ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി സ്നാക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് മാത്രം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന സ്നാക്കാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള ഞാൻ 2 മീഡിയം സൈസ് എണ്ണം എടുത്തിട്ടുണ്ട്, 2 എടുത്തത്. അത് ഇതേപോലെ ഒന്ന് നീളത്തിലൊന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകളൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പച്ചമുളകൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വാടി കിട്ടാൻ ആവശ്യമായ ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി വേണമെന്നുണ്ടെങ്കിൽ അവസാനം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചുവ പോകുവോളം അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണിത് വഴറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കാം, നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളി വാടി നല്ല സോഫ്റ്റായി കിട്ടണം. അപ്പോൾ നോക്കാം, തക്കാളിയൊക്കെ വാടി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മീറ്റ് മസാലയാണ്. വേറെ ഒരു പൊടികളും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 2 സവാളയും 1 തക്കാളിയും എടുത്തപ്പോഴാണ് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്തത്. ഇപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ അളവിലെടുക്കുമ്പോൾ ഈ മീറ്റ് മസാലയുടെ അളവും മഞ്ഞളിൻ്റെ അളവും കൂട്ടി കൊടുക്കണം കേട്ടോ. ഈ പൊടികളുടെ പച്ചക്കുത്ത് പോകുകളൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ മീറ്റ് മസാല കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം ചിക്കൻ മസാല വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ 2 മസാല ഇല്ലെങ്കിലും മല്ലിയും മുളകും കുരുമുളകും ഒക്കെ ചേർത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 3 കോഴിമുട്ട ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. പൊടികളുടെ പച്ചക്കുത്ത് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഒരു വെറൈറ്റി ആയിട്ടുള്ള, നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. 4 മണി ചായക്കൊന്നും മാത്രമല്ല, ഒരു ഗസ്റ്റ് വരുമ്പോഴും തയ്യാറാക്കി കൊടുക്കാം. അതുപോലെ തന്നെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഞാൻ 3 കോഴിമുട്ട കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 10-20 സെക്കൻഡ് അങ്ങനെ വെക്കണം കേട്ടോ. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ഇളക്കി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി കുഴഞ്ഞ് മറിഞ്ഞു പോകും. അപ്പോൾ ഒരു 10-20 സെക്കൻഡ് വെച്ചിട്ട് വഴറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ നമുക്കിത് ചെറിയ പീസായിട്ട് കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ആദ്യം മുതൽ വെച്ചിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അവിടെ ഓരോ കഷ്ണങ്ങളൊക്കെ ആയിട്ട് മുട്ട കിടക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങിയതാണ് കേട്ടോ. പുഴുങ്ങിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കൈപ്പിടി മല്ലിയില അതുകൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയില കയ്യിലില്ലെങ്കിൽ കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ മല്ലിയില ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മുട്ടയും ഈ അരവും എല്ലാം കൂടി ഈ ഉരുളക്കിഴങ്ങിൽ പിടിക്കുന്ന പോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും മതി. ഇനി ഇത് ഞാൻ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 3 ബ്രെഡ് എടുത്ത് പൊടിച്ചെടുത്തതാണ്. അതിൽ കുറച്ച് ചേർത്തിട്ടൊന്ന് കുഴച്ച് നോക്കാം. എന്നിട്ട് ബാക്കി കൈ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ബാക്കി കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിതിലേക്ക് ഈ ബ്രെഡ് ക്രംസ് മാത്രം ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് വേറെ കോട്ടിങ്ങിനായിട്ട് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ബാക്കിയുള്ള ആ ബ്രെഡ് 3 എണ്ണം പൊടിച്ചതിൽ കുറച്ചാണ്, പകുതിയാണ് ചേർത്തത്. ബാക്കി പകുതി കൂടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വണ്ണമുള്ള വലിപ്പമുള്ള 3 ബ്രെഡാണ് ഞാൻ എടുത്തത്. നിങ്ങൾ ചെറിയ ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ ഒരു 5 ബ്രെഡൊക്കെ പൊടിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ അളവിൽ തയ്യാറാക്കുന്നത് ചെറിയ ബ്രെഡാണെങ്കിൽ 5 എണ്ണം ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വലിയതും ആ കനമുള്ള ബ്രെഡ് ആയതുകൊണ്ട് ആണ് 3 എണ്ണം എടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കുമ്പോഴൊക്കെ കറക്റ്റ് ചെയ്യുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാതിരുന്നത്. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടാണ് പുഴുങ്ങി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടല്ല പുഴുങ്ങി എടുത്തിട്ടുള്ളെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ.
അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഈ ഒരു എരിവ് കറക്റ്റ് പാകമായിരിക്കും. അപ്പോൾ എരിവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോക്കാം, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നല്ല രീതിയിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ അതേ ഞാൻ കയ്യിലൊരല്പം ഓയിലൊന്നാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഓയിലാക്കിയിട്ടില്ലെങ്കിലും വല്ലാതെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, ബ്രെഡ് ചേർത്തുകൊണ്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല. എന്നാലും നമ്മളിത് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരല്പം ഓയിലൊന്നാക്കി കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമുക്കൊരു ബോളായിട്ടോ അല്ലെങ്കിൽ വട്ടത്തിൽ കട്ട്ലേറ്റിൻ്റെ രൂപത്തിലോ എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരു ഫിംഗറിൻ്റെ രൂപത്തിലോ ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഒരുപാട് ഓയിലും വേണ്ട, കുറച്ച് ഓയിലും മതി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഷേപ്പ് ചെയ്തെടുക്കാം. ഒരെണ്ണം കൂടി ഞാൻ ഷേപ്പ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഉരുളക്കിഴങ്ങും മുട്ടയും ബ്രെഡും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇനി ബ്രെഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മൈദയുടെ ഒരു കോട്ടിങ് നമ്മൾ പുറത്ത് മൈദയിൽ നിന്ന് കലക്കിയിട്ട് അതിലിതൊന്ന് മുക്കി ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഇത് മുക്കി ഫ്രൈ ചെയ്ത് കോട്ടിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുട്ടയിലൊന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടൊക്കെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതേപോലെ ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കണം. അതിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. നമ്മളിതെല്ലാം വെന്തതാണ് എന്ന് കരുതിയാലും ഇത് നമ്മൾ കോട്ടിംഗ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഇതൊന്ന് വിണ്ടിങ്ങനെ വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതായി ഇപ്പോൾ കണ്ടോ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതുണ്ട്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരല്പം സമയം എടുത്തിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റിയായ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. ഇത് മറിച്ചിടുന്ന സമയത്തൊക്കെ ഒന്ന് പതുക്കെ ശ്രദ്ധിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഒരുപാട് മുട്ടയുടെ കോട്ടിങ്ങോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിങ്ങോ ഒന്നും വേണ്ട. അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ ഇത് രണ്ട് ഭാഗവും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി ആദ്യം വെന്തത് തന്നെയല്ലേ. അപ്പോൾ പിന്നെ ആ പുറം മാത്രം ഒന്ന് ഇതേപോലെ ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തിരുന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.